ഒരുപാട് വിവാദങ്ങൾക്കൊടുവിൽ JSK അഥവാ ജാനകി vs സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ചിത്രം ഇന്ന് തിയേറ്ററുകളിൽ റിലീസ് ആയിരിക്കുകയാണ്. ഇത് ഒരു പ്രൊപ്പഗാൻഡ മൂവിയാണോ അതോ സുരേഷ് ഗോപി പറഞ്ഞ പോലെ നല്ലൊരു മെസ്സേജ് തരുന്ന ഒരു മൂവിയാണ്? നമുക്ക് നോക്കാം. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അഥവാ JSK. ഈ മൂവിയുടെ പ്ലോട്ട്, അതുപോലെ തന്നെ ഈ മൂവിയിൽ എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമായത് എന്തൊക്കെയാണ്, ഇഷ്ടമാവാത്തത് എന്തൊക്കെയാണ്, മൊത്തം ഈ സിനിമയെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലുള്ള മൂവി റിലേറ്റഡ് കണ്ടന്റ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോസ് കാണുന്ന 98% പേരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനില്ല. അപ്പം നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കും കൂടെ ഒരു സപ്പോർട്ടായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ സിനിമ ജാനകി ബിയുടെ കഥയാണ് പറയുന്നത്. അവൾക്ക് എന്താണ് സംഭവിച്ചത്, ആ സംഭവത്തിന് ശേഷം അവൾ നീതിക്ക് വേണ്ടി പോരാടുന്ന സമയത്ത് ഉണ്ടാവുന്ന കുറേ സംഭവങ്ങളാണ്. ഫ്രം ദി ഇൻവെസ്റ്റിഗേഷൻ ടു വേർഡിക്റ്റ്. അതാണ് ഈ ഒരു സിനിമയുടെ മൊത്തത്തിലുള്ള സമ്മറി. ഈ സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. ഫസ്റ്റ് ഹാഫിലെ കഥ എല്ലാം സെറ്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. മൂവിക്ക് ഒരു ഫ്ലോ ഉണ്ട്, ഒരു നാച്ചുറാലിറ്റി ഉണ്ട്. മൊത്തത്തിൽ നല്ലൊരു ലാഗ് ഫ്രീ ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ് ആയിട്ട് എനിക്ക് തോന്നി. ഫസ്റ്റ് ഹാഫില് കഥയ്ക്ക് ഒരുപാട് മെസ്സേജ് ഒന്നുമില്ല. ഫസ്റ്റ് ഹാഫ് ഫുള്ള് എക്സ്റ്റാബ്ലിഷ്മെന്റ് ആണ്. അതായത് കഥ എങ്ങനെയാണ്, എന്തൊക്കെയാണ് എന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ലേ ഔട്ട് ആണ്. പക്ഷെ അത് അത്യാവശ്യം നമ്മളെ ഓഡിയൻസിനെ എൻഗേജിങ് ആക്കി നിർത്തിക്കൊണ്ട് തന്നെയാണ് ആ കഥകളെല്ലാം പറഞ്ഞു പോകുന്നത്. നമുക്ക് എവിടെയും ബോറടിക്കാത്ത രീതിയിലൊക്കെ പോകുന്നുണ്ട്, നാച്ചുറൽ ആയി തോന്നുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിനെ വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗ് ആണെങ്കിലും അത്യാവശ്യം എൻഗേജിങ് ആണ്. അവിടെയും നമുക്ക് ബോറടിക്കുന്ന രീതിയിലൊന്നും തോന്നുന്നില്ല. ഇതിൽ കുറച്ച് ഡ്രോബാക്സ് ഇതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു പോകാം. പിന്നെ ഈ സിനിമ മൊത്തത്തിൽ ഒരുപാട് മെസ്സേജുകൾ കൺവേ ചെയ്യുന്നുണ്ട്. അത് സെക്കൻഡ് ഹാഫിലാണ് ത്രൂ ഔട്ട് കൂടുതൽ മെസ്സേജുകൾ പോകുന്നതെങ്കിൽ അവിടെ സ്കാറ്ററിംഗ് ആയിട്ട് കുറെ മെസ്സേജുകൾ ഇങ്ങനെ സൊസൈറ്റിക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അതൊക്കെ സിനിമയെ നമുക്ക് എൻഗേജിങ് ആക്കി പിടിച്ചു നിർത്തിക്കൊണ്ടാണ് അത് പറയുന്നത് എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മെസ്സേജുകളൊക്കെയാണ് വരുന്നത്. ആൻഡ് ഇറ്റ്സ് വാലിഡ്. ബട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നിങ്ങൾ ഇതുവരെയെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പറഞ്ഞൊരു സബ്ജക്റ്റ് വെച്ചിട്ടൊക്കെയാണ് ഈ സിനിമയും കടന്നു പോകുന്നത്. ഇതിനു മുമ്പും പല രീതിയിൽ ഇതേ സബ്ജക്റ്റിനെ ഫ്ലെക്സ് ചെയ്തിട്ട് കുറെ സിനിമകളുണ്ട്. ജസ്റ്റിസ് ഡിനേ ആവുന്നതിനുള്ള റീസൺ ബ്ലെയിമിങ് മാത്രമാണ് ഇതിൽ വ്യത്യസ്തമായിട്ട് വേറെയുള്ള സിനിമകളിൽ നിന്ന് നിൽക്കുന്നത്. അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ക്ലീശേ സബ്ജക്റ്റുകൾ തന്നെയാണ്. ക്ലീശേ ആണ് പറഞ്ഞത് ബോറാണ് എന്നല്ല, ക്ലീശേ സബ്ജക്റ്റ് ആണ് തന്നെയുള്ളൂ. സെക്കൻഡ് ഹാഫിനെ എടുത്ത് നോക്കുമ്പോൾ എന്നെ ബാധിച്ച വിഷയം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യാലിറ്റിയാണ്. അതായത് ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞു വെച്ച കുറെ കാര്യങ്ങളെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കുറെ കാര്യങ്ങൾ കൊണ്ടുവരുമല്ലോ. ആ കൊണ്ടുവരുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് ആർട്ടിഫിഷ്യാലിറ്റി നമുക്ക് തോന്നും. എന്നിരുന്നാലും പടം ബോറിംഗ് അല്ല. അവിടെയും നമ്മൾ കണ്ടിരിക്കുന്നുണ്ട്, ഞാൻ കണ്ടിരുന്നു. ഇത് ഒരു പ്രൊപ്പഗാൻഡ സിനിമയാണോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഈ ഫിലിമിൽ ഒരുപാട് ഈ സിനിമയിലെ ഗവൺമെന്റിനെ കുറ്റം പറയുന്നുണ്ട്. വിച്ച് ഇസ് അതായത് കേരളം ഭരിക്കുന്നത് ആരാണോ ആ വ്യക്തികളെ കുറ്റം പറയുന്നുണ്ട്. ആ ഗവൺമെന്റിനെ ഈ സിനിമയിൽ കുറ്റം പറയുന്നുണ്ട്. സോ നമ്മളിത് റിയൽ കേരളമായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെ വേണമെങ്കിൽ കുറച്ച് പൊളിറ്റിക്കൽ അപ്പീലിംഗ്, അതായത് പൊളിറ്റിക്കൽ സൈഡഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഒരു ബയസ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതല്ലാതെ നമ്മൾ ജനറലൈസ്ഡ് ആയിട്ട് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാ സിനിമയിലും പറയുന്ന രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ ഡിസ്കഷനേ വന്നു പോയിട്ടുള്ളൂ. ഇതിനു മുമ്പും പല സിനിമകൾ പൊളിറ്റിക്കൽ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ സിനിമയും ആ ലെവലിൽ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളൂ. അത് വെച്ച് നമുക്കിതൊരു പ്രൊപ്പഗാൻഡയാണ്, ഇത് ഒരു ഗവൺമെന്റിനെതിരെയാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആസ് എ മൂവി ഒരു സൊസൈറ്റിനെ ഡിസ്കസ് ചെയ്യുമ്പോൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ കുറെ പേരെ നമ്മൾ സറ്റയർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കുറെ പേരെ കുറ്റം പറയേണ്ടി വരും. സോ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഒരു സിനിമയല്ല. നമ്മൾ ഒരു സിനിമ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇത്, അവർക്ക് പറയാനുള്ള സബ്ജക്റ്റ് ഇതാണ്. അതിന്റെ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ പറയാൻ വേണ്ടി അതൊന്ന് അവർ ഫ്ലെക്സ് ചെയ്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. അപ്പൊ അത് ജനറലൈസ് ചെയ്ത് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം. അല്ലാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഇതിൽ ഒരു സൈഡ് അങ്ങനെ ചിന്തിക്കാനും പറ്റും. അതായത് എക്സിസ്റ്റിംഗ് ഗവൺമെന്റിനെ, അല്ലെങ്കിൽ ഈ സിനിമയിലുള്ള എക്സിസ്റ്റിംഗ് ഗവൺമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഇപ്പോഴുള്ള ഗവൺമെന്റ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിച്ചുകൊണ്ട് ഈ സിനിമ അതിനെതിരെ ഒരു പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലാതെ ഈ സിനിമയെ പറ്റി നമുക്ക് പറയത്തക്ക രീതിയിലൊന്നുമില്ല. ഇതിനു മുമ്പും പല സിനിമകളും പല പാർട്ടികളെയും പറയാതെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത്
ഒരു സിനിമയുടെ ഒരു ഇതായിട്ട് മാത്രം നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അതിന്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാനില്ല. ഇനി ഓവറോൾ എൻ്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലാതെയാണ് പോയത്. കാരണം എൻ്റെ മൈൻഡിലും ട്രെയിലറിലും ഉള്ള കുറെ സാധനങ്ങൾ നമുക്ക് കാണുമ്പോൾ ഏകദേശം ട്രെയിലറിലുള്ളതിന്റെ അപ്പുറത്തേക്കൊന്നും എക്സ്പെക്ടേഷൻസ് ആരും വെക്കണ്ട. അതന്നെയാണ് സിനിമ. എനിക്ക് ഈ സിനിമ എൻഗേജിങ് ആയിരുന്നു. ഞാൻ തിയേറ്ററിൽ കയറി ഇരുന്നിട്ട് എന്താ സമയം പോവാത്ത് എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു നിമിഷം പോലും ഇല്ല. പാട്ടം നല്ല എൻഗേജിങ് തന്നെയാണ്. ഫിലിം എന്ന നിലയിൽ എബോവ് ആവറേജ് ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ്. കാരണം ഇതിലും ബോറായി, അതായത് നമുക്ക് തിയേറ്ററിൽ കയറിയിട്ട് ഇത് എപ്പോഴാടാ ഇറങ്ങി വരാൻ എന്ന് തോന്നുന്ന രീതിയിലുള്ള സിനിമകൾ ഒരുപാടുണ്ട്. അങ്ങനെയുള്ളൊരു സിനിമയൊന്നുമല്ല. നമുക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം എൻഗേജിങ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. വേണമെങ്കിൽ മിക്സഡ് ആയിട്ടുള്ള ഇത് വരും. കാരണം എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ എൻ്റെ ഒരു സ്റ്റോറി ടേസ്റ്റ് ആയിരിക്കണം എന്നില്ല നിങ്ങളുടെ. സോ ആ എക്സ്പെക്ട് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ എനിക്ക് സിനിമ ഓക്കെ ആണ്, എൻഗേജിങ് ആയിരുന്നു, ബോറടിച്ചില്ല. ത്രൂ ഔട്ട് ആ സിനിമയുടെ എൻ്റയർ ഡ്യൂറേഷനിലും ഞാൻ ഒരു രീതിയിലും ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നില്ല. ഫിലിമിൽ ഹുക്ക്ഡ് ആയിരുന്നു, എൻഗേജ്ഡ് ആയിരുന്നു. ഒരു വൺ ടൈം വാച്ച് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ചെറിയ പിള്ളേരെ കൊണ്ടൊക്കെ പോവായിട്ട് എന്റർടൈനർ ആകും എന്ന് വിചാരിക്കരുത്. ഒരു കോർട്ട് റൂം ഡ്രാമ, ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെയാണ് ഈ സിനിമയിൽ മെയിൻ കോറായിട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ അപ്പീലിംഗ് ആയിട്ടുള്ള ഓഡിയൻസിനെല്ലാം ഈ ഒരു സിനിമ കാണാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. വൺ ടൈം എൻഗേജിങ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പൊ മറ്റുള്ളവർക്കും കൂടെ അത് വലിയൊരു ഉപകാരമായിരിക്കും. നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? നിങ്ങൾക്ക് ഈ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണ്? നിങ്ങൾക്ക് ഈ സിനിമ ഒരു പ്രൊപ്പഗാൻഡ ആയിട്ട് തോന്നിയോ, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ബയസ്ഡ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡ പോലെ തോന്നിയോ എന്നുള്ളതൊക്കെ നമ്മൾ കമന്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്കൊരു സപ്പോർട്ടാണ്. ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യുന്നതിന് നമ്മളിടുന്ന എഫേർട്ട് ഒരു വലിയ എഫേർട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ചെലവില്ലാത്തൊരു ഹെൽപ്പാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.